ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ച്. അത് കഴിഞ്ഞാൽ അത് കെട്ടടങ്ങും. പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ദീർഘവീക്ഷണത്തോടെ ഒരു ചർച്ചയാണ് നാം ഇന്നിവിടെ നടത്തുന്നതെങ്കിൽ ആ ദീർഘവീക്ഷണത്തിൽ NDAയുടെ അക്കൗണ്ട് തുറക്കൽ ഏറ്റവും പ്രസക്തമെന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും പറയുന്ന ചില ഇക്വേഷൻസ് ഇവിടെ അങ്ങോട്ട് യോജിക്കുന്നില്ല. കാരണം LDF ആയി കഴിഞ്ഞാലും NDA ആയി കഴിഞ്ഞാലും ഈ പറഞ്ഞു വരുമ്പോൾ ഒരുപക്ഷെ LDFനൊരു 90 സീറ്റ് ഇപ്പോൾ ലഭിച്ചില്ലായിരുന്നു എങ്കിൽ BJP അടക്കമുള്ളവർ ഉന്നയിക്കുന്ന പ്രചരണം എന്താ? വെസ്റ്റ് ബംഗാൾ തീർച്ചയായിട്ടും ഇതിൽ പ്രതിഭ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ ഇലക്ഷനിലും അരുവിക്കര ഇലക്ഷനിൽ കളിച്ചൊരു പവർ പ്ലേ ഉണ്ട്. അത് കേരളത്തിലെ ഉറങ്ങിക്കിടന്ന ചില മനുഷ്യരുടെ ഉള്ളിലെ വർഗീയ വികാരങ്ങളെ ആളിക്കത്തിക്കാൻ സഹായിച്ചു എന്നുള്ള ചരിത്രപരമായ സത്യമാണ്. കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ നിയമസഭാ ഇലക്ഷനും അദ്ദേഹം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുട്ടനാട് നടന്ന ഒരു ഇലക്ഷൻ റാലി അദ്ദേഹം പ്രഖ്യാപിച്ചു. കേരളത്തിലെ ബഹുഭൂരിപക്ഷ മണ്ഡലങ്ങളിലും BJPയും കോൺഗ്രസ് തമ്മിലാണ് മത്സരം എന്നുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ അത് കേരളത്തിന് ചേർന്നൊരു പ്രസ്താവനയല്ല. അവിടെ ഇടതുപക്ഷം ശക്തമായിട്ട് തിരിച്ചടിച്ചു. കാരണം ആ ഇടതുപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടി അവർ അഡ്രസ് ചെയ്ത വിഷയങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളത് ഈ ഇലക്ഷനിൽ ഒരു വലിയ കാര്യമാണ്. പിന്നെ പ്രതിഭ ചോദിച്ച കാര്യം NDA ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുള്ള സത്യമാണ്. നമ്മൾ ഞാൻ നിഷേധിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അതിനെ ഏതെങ്കിലും മറുവാദഗതി കൊണ്ട് കണ്ണിക്കുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ അതിന്റെ ആ മുമ്പോട്ടുള്ള യാത്രയെ BJPയുടെ ഇനിയുള്ള പ്രയാണത്തെ എങ്ങനെ തടയാമെന്നതാണ് ഈ രണ്ട് മുന്നണികളും നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. എന്തോ പ്രതിസന്ധിയാണെന്ന് ഞാൻ കാര്യമായിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ ജോസ്, ഞാൻ കണക്കുകളാണ് അതിന് വസ്തുതയാക്കുന്നത്. കാരണം നേമത്ത് നമ്മുടെ ഏറ്റവും വലിയ ഇത് കോൺഗ്രസിന് മുന്നിൽ വയ്ക്കുന്നു, താങ്കൾ പറയുന്നു പ്രതിസന്ധി. അതിന്റെ വലിപ്പച്ചെറുപ്പമാണ് ഇവിടെ തർക്ക വിഷയം. UDFന് മുന്നിൽ NDAയെ തടയാൻ പ്രതിരോധമൊരുക്കാൻ ഉള്ള ഇല്ല തർക്കം. ആ അവസ്ഥ നിലനിൽക്കുമ്പോൾ UDF അടക്കമുള്ളവർ അതോടൊപ്പം ഇടതുപക്ഷം ഏതു തരത്തിലായിരിക്കും പ്രതിരോധമൊരുക്കുക, മറ്റ് മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ളവ വരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാവുക ഓരോ ജില്ലയിലും എങ്ങനെയാണ് ഈ പാർട്ടികളൊക്കെയും വോട്ട് വിഭജിച്ചെടുത്തത്, ജനങ്ങൾ ഏതു തരത്തിൽ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ നിർണയിച്ചു. കേരളത്തിന്റെ വിധി നിർണയത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ KP അഭിലാഷ് അതിന്റെ വിശദാംശങ്ങളുമായി. പ്രദീപ് സൂചിപ്പിച്ച പോലെ ഞാൻ തുടക്കത്തിൽ വ്യക്തമാക്കിയിരുന്നു. തെക്കൻ കേരളത്തിന്റെയും അതോടൊപ്പം മധ്യ കേരളത്തിന്റെയും വിശദാംശങ്ങൾ നമുക്കൊപ്പം ഫെമി കൂടി പങ്കുചേരുകയാണ്. തീർച്ചയായും പ്രദീപ്, ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ BJPക്ക് എവിടെ നിന്ന് വോട്ട് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത് എങ്കിൽ BJPക്ക് ചില മറ്റു പ്രദേശങ്ങളിൽ കൂടി വോട്ട് ലഭിച്ചു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. 7 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ആ നിലയിൽ ഒരുപക്ഷെ നമ്മുടെ അതിഥികൾ ചർച്ച ചെയ്യപ്പെട്ടത് മുഴുവൻ വോട്ട് കച്ചവടത്തെക്കുറിച്ച്, വോട്ട് മറിക്കലിനെ കുറിച്ച്, അതിനിടയിലെ ചതിയെക്കുറിച്ചാണ് എങ്കിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പല ഇടങ്ങളിലായി BJP 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. നേമത്ത് അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നിർത്തിയത് പാലക്കാട് ജില്ലയിലായിരുന്നു.